ഭൂമിക്കുള്ളിലേക്ക് ഒരു യാത്ര. ഭൂമി കുഴിച്ചാൽ എന്തായിരിക്കും കാണുക? വെള്ളം. പിന്നെയും പിന്നെയും കുഴിച്ചാലോ? ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരു യാത്ര പോകാം. ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നതിനെ കുറിച്ച് പണ്ട് ആർക്കും കാര്യമായ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ഭൂമിയുടെ ഉൾവശത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു. ഭൂകമ്പങ്ങളും അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തെത്തിയ പാറക്കഷ്ണങ്ങളുമൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാരെ ഇതിന് സഹായിച്ചത്. ഭൂമി ശരിക്കും ഒരു ഉള്ളി പോലെയാണെന്ന് പറയാം. ഉള്ളിയെപ്പോലെ ഭൂമിക്കും പല അടുക്കുകളുണ്ട്. മണ്ണും പാറയുമൊക്കെയുള്ള ഏറ്റവും പുറമേയുള്ള അടുക്കിന് ക്രസ്റ്റ് എന്നാണ് പേര്. വെറും 35 കിലോമീറ്റർ കനമേ ഉള്ളൂ ഇതിന്. ഭൂമിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ ക്രസ്റ്റിൻ്റെ കനം തീരെ കുറവാണ്. ഭൂമധ്യരേഖയിലൂടെ ഒരു ചരട് കൊണ്ട് ഭൂമിയെ ചുറ്റിയെന്ന് കരുതൂ. ഒരു തവണ ചുറ്റിയെടുത്താൽ ആ ചരടിന് ഏകദേശം 40,000 കിലോമീറ്റർ നീളം വരും. ഭൂമിയുടെ നടുവിലൂടെ മറുപുറത്തേക്ക് ഒരു തുരങ്കമുണ്ടാക്കിയാൽ ആ തുരങ്കത്തിന് പക്ഷേ 12,756 കിലോമീറ്റർ നീളമേ കാണൂ. 36 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ബലൂണാണ് ഭൂമി എന്ന് വിചാരിക്കുക. എങ്കിൽ ക്രസ്റ്റിന്, അതായത് ഭൂവൽക്കത്തിന്, വെറും 1 മില്ലിമീറ്റർ കട്ടിയേ ഉണ്ടാകൂ. ഇത് കരഭാഗത്തെ കാര്യം മാത്രമാണ്. സമുദ്രത്തിനടിയിലെ ക്രസ്റ്റിന് വെറും 6 കിലോമീറ്ററാണ് കനം. ക്രസ്റ്റിൻ്റെ അടിയിലുള്ള അടുക്കിന് മാൻഡിൽ എന്നാണ് പേര്. 2870 കിലോമീറ്റർ കനമുണ്ട് മാൻഡിലിന്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ലാവയും മറ്റും പുറത്തു വരുന്നത് മാൻഡിലിൽ നിന്നാണ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തെ കോർ എന്ന് വിളിക്കും. കോർ എന്ന വാക്കിന് കാമ്പ് എന്നാണ് അർത്ഥം. ഭൂമിയുടെ കാമ്പ് തന്നെയാണ് ഈ ഭാഗം. തിളച്ചുമറിയുന്ന പലതരം ലോഹങ്ങളാണ് ഇവിടെ. ഇരുമ്പ്, നിക്കൽ തുടങ്ങിയ ലോഹങ്ങളാണ് പ്രധാനമായും ഉള്ളത്. എന്നാൽ ഭൂമിയുടെ ഒത്ത നടുക്ക് ഉരുകാത്ത കട്ടിയായ ഇരുമ്പും നിക്കലുമാണ് ഉള്ളത്. ഭൂമി തുരന്ന് പുരാതന കാലത്തെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന രീതിയുമുണ്ട്. ധ്രുവപ്രദേശത്താണ് തുരക്കുക. അവിടെ അടരടരായി കിടക്കുന്ന ഐസ് പാളികൾ തുരന്നെടുത്ത് പഠിച്ചാണ് കാലാവസ്ഥയെക്കുറിച്ച് മുമ്പ് മനുഷ്യൻ പഠിച്ചത്. ഇനി ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി കേട്ടോളൂ. ഭൗമ ഉപരിതലം എപ്പോഴും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭൂമിയുടെ പുറംപാളിക്ക് രൂപം നൽകുന്ന പ്ലേറ്റുകൾ നിരന്തര ചലനത്തിലാണ്. എന്നാൽ അതൊന്നും നാം അറിയുന്നില്ലെന്ന് മാത്രം. ചിലപ്പോൾ അവ നിരങ്ങി നീങ്ങും. മറ്റു ചിലപ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ അടിയിലേക്ക് തെന്നി നീങ്ങും. ചിലപ്പോഴാകട്ടെ അവ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യും. പ്ലേറ്റുകൾ ഒന്നിച്ചു വരുന്ന സ്ഥലങ്ങളിൽ ഭൂവൽക്കത്തിൽ ഒരു നിശ്ചിത അളവ് അസ്വസ്ഥത ഉണ്ടാകും. അത് ചിലപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനമോ ഭൂകമ്പമോ ആകാം. ധ്രുവപ്രദേശങ്ങളിൽ കൊടും തണുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയ്ക്ക് അടുത്തേക്ക് നീങ്ങുന്തോറും ചൂട് കൂടി വരും. ഭൂമധ്യരേഖയിൽ മറ്റുള്ള സ്ഥലങ്ങളേക്കാൾ ചൂട് കൂടുതലാണ്. എന്നാൽ ഭൂമധ്യരേഖയിലെ എല്ലാ പ്രദേശങ്ങളും ഒരേ ചൂടുള്ളവയല്ല. ഭൂമധ്യരേഖയിൽ തണുത്ത പ്രദേശങ്ങളുമുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ് സിംഗപ്പൂർ. അവിടെ കൊടും ചൂടാണ്. എന്നാൽ ഭൂമധ്യരേഖയോട് കുറെ കൂടി അടുത്ത് കിടക്കുന്ന കെനിയയുടെ തലസ്ഥാന നഗരം നൈറോബിയിലാകട്ടെ അത്രയും ചൂടില്ല. തെക്കേ അമേരിക്കയിലെ ഇക്വഡോർ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ക്യൂറ്റോ. ഏതാണ്ട് ഭൂമധ്യരേഖയിൽ തന്നെയാണ് ക്യൂറ്റോ കിടക്കുന്നത്. എന്നാൽ അവിടെ നല്ല തണുപ്പാണ്. ചൂട് കൂടുന്നതും കുറയുന്നതും ഭൂമധ്യരേഖയിൽ നിന്നുള്ള അകലം മാത്രം അനുസരിച്ചല്ല എന്നതാണ് ഇതിന് കാരണം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ചൂടിലും വ്യത്യാസം വരും. ഉയരം കൂടുന്തോറും ചൂട് കുറയും. നൈറോബി എന്ന നഗരം സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി ഉയരത്തിലാണ്. എന്നാൽ സിംഗപ്പൂർ വളരെ താഴെയാണ്. നൈറോബി കൂടുതൽ തണുപ്പാവാനുള്ള കാരണവും ഇതുതന്നെയാണ്. സൂര്യന് ചുറ്റും വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭൂമി. നല്ല കട്ടിയുള്ള ഒരു പുതപ്പ് കൊണ്ട് ആകെ പുതച്ച് മൂടിയാണ് ഭൂമിയുടെ ഈ ഓട്ടം. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഈ പുതപ്പ്. 100 കണക്കിന് കിലോമീറ്ററാണ് ഈ പുതപ്പിൻ്റെ കട്ടി. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും പലതരം വാതകങ്ങളാണ്. നൈട്രജൻ എന്ന വാതകമാണ് ഏറ്റവും കൂടുതൽ. 2ാം സ്ഥാനം ഓക്സിജനാണ്. അന്തരീക്ഷ വായുവിൻ്റെ ഏതാണ്ട് 1/5 ഭാഗം ഓക്സിജനാണെന്ന് പറയാം. ഇത്രയധികം ഒന്നുമില്ലെങ്കിലും ഭൂമിക്ക് വളരെയേറെ ഉപകാരങ്ങൾ ചെയ്യുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. മനുഷ്യരും മൃഗങ്ങളുമൊക്കെ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണെങ്കിലും ചെടികളും മരങ്ങളും ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ചെടികൾക്ക് ആഹാരം ഉണ്ടാക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയേ തീരൂ. അന്തരീക്ഷത്തിന് പല അടുക്കുകളുണ്ട്. ആകാശത്ത് വളരെ ഉയരത്തിൽ പറക്കുന്ന മേഘങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള അടുക്കിൽപ്പെട്ടതാണ്. നീരാവിയും പൊടിപടലങ്ങളുമൊക്കെ ഈ പാളിയിലാണുള്ളത്. നീരാവിയുടെ ചെറിയ കണികകളാണ് മേഘമായി നമ്മൾ കാണുന്നതെന്ന് അറിയാമല്ലോ.
അന്തരീക്ഷത്തിൻ്റെ അടുക്കുകൾക്ക് പ്രത്യേകം പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചുവട്ടിലുള്ള അടുക്കിനെ ട്രോപ്പോസ്ഫിയർ എന്നാണ് വിളിക്കുക. ട്രോപ്പോസ്ഫിയറിന് ഭൂമിയുടെ ഓരോ ഭാഗത്തും കനം ഓരോ തരത്തിലാണ്. ഭൂമധ്യരേഖയ്ക്ക് മുകളിലെ ട്രോപ്പോസ്ഫിയറിന് ഏതാണ്ട് 20 കിലോമീറ്റർ കനം വരും. എന്നാൽ ധ്രുവപ്രദേശങ്ങളിലാവട്ടെ വെറും 8 കിലോമീറ്ററേ ഉണ്ടാകൂ. മുകളിലേക്ക് പോകുന്തോറും ട്രോപ്പോസ്ഫിയറിൻ്റെ കനം കുറഞ്ഞു വരും. രണ്ടാമത്തെ അടുക്കിൻ്റെ പേര് സ്ട്രാറ്റോസ്ഫിയർ എന്നാണ്. ട്രോപ്പോസ്ഫിയറിലുള്ളതുപോലെ തിങ്ങി നിൽക്കുന്ന വായുകണികകൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഇല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. വായുകണികകളിൽ സൂര്യപ്രകാശം തട്ടുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ആകാശം കാണാൻ കഴിയുന്നത്. വേണ്ടത്ര വായുകണികകൾ ഇല്ലെങ്കിൽ ആകാശം ഇരുണ്ടു തുടങ്ങും. സ്ട്രാറ്റോസ്ഫിയറിൽ കുറേ ഉയരത്തിൽ ചെന്നാൽ ആകാശം കറുത്തിരുണ്ടാണ് കാണാനാവുക. അതായത് രാത്രി സൂര്യൻ ഉദിച്ചതുപോലെ തോന്നും. സൂര്യനെ മാത്രമല്ല നക്ഷത്രങ്ങളെയും എപ്പോഴും അവിടെ കാണാം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ മിസോസ്ഫിയർ എന്ന അടുക്കാണ്. ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരത്തിലാണ് മിസോസ്ഫിയർ തുടങ്ങുന്നത്. ഏതാണ്ട് 30 കിലോമീറ്ററാണ് ഈ അടുക്കിൻ്റെ കട്ടി. താഴെയുള്ള 2 അടുക്കിനേക്കാളും ചൂട് കുറവാണ് ഇവിടെ. മിസോസ്ഫിയറിന് മുകളിൽ തെർമോസ്ഫിയർ ആണ്. അതിനു മുകളിൽ, അതായത് ഏറ്റവും പുറമെ, എക്സോസ്ഫിയർ എന്ന അടുക്കുമുണ്ട്. ഭൂമിക്കും അതിലെ ജീവജാലങ്ങൾക്കും ഏറെ ഉപകാരങ്ങൾ ചെയ്യുന്ന രക്ഷകനാണ് അന്തരീക്ഷം. സൂര്യൻ്റെ കഠിനമായ ചൂട് മുഴുവൻ ഭൂമിയിൽ എത്താതിരിക്കാൻ കാരണം അന്തരീക്ഷമാണ്. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് സൗകര്യമായി ജീവിക്കാൻ പാകത്തിൽ എയർ കണ്ടീഷൻ ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് അന്തരീക്ഷത്തിന്. പകൽ സമയത്തെ ചൂട് വലിച്ചെടുത്ത് രാത്രി സൂര്യൻ ഇല്ലാത്തപ്പോഴും ആവശ്യത്തിന് ചൂട് നിലനിർത്തി ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നത് ഈ അന്തരീക്ഷമെന്ന പുതപ്പാണ്. ഭൂമിക്ക് പൃഥ്വി എന്ന പേര് ലഭിച്ചതിനെക്കുറിച്ച് പുരാണത്തിൽ ഒരു കഥയുണ്ട്. പണ്ട് സൂര്യവംശത്തിൽ വേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. വേനന്റെ ദുർഭരണം മൂലം പ്രജകളെല്ലാം പൊറുതിമുട്ടി. രാജാവിൻ്റെ അധർമ്മ പ്രവൃത്തികൾ ഭൂമിദേവിയെ കോപാകുലയാക്കി. ഭൂമിദേവി എന്തു ചെയ്തെന്നോ, അധർമ്മിയായ രാജാവിന് താനിനി ഒന്നും കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചു. തൻ്റെ സമ്പത്തെല്ലാം ഉള്ളിലൊതുക്കി വെച്ച ഭൂമി ഒരു പശുവിൻ്റെ രൂപത്തിൽ പാതാളത്തിൽ ഒളിക്കുകയും ചെയ്തു. വേനന്റെ മരണശേഷം പുത്രനായ പൃഥു രാജാവായി. രാജ്യത്ത് സമ്പത്തും ഐശ്വര്യവും ഒന്നും ഇല്ലാത്തതിന് കാരണം ഭൂമിദേവിയുടെ കോപമാണെന്ന് പൃഥു മനസ്സിലാക്കി. അദ്ദേഹം പാതാളത്തിലെത്തി ദേവിയെ പ്രീതിപ്പെടുത്തി തിരികെ കൊണ്ടുവന്നു. ഭൂമിയുടെ ഐശ്വര്യവും സമ്പത്തും വീണ്ടും നേടുകയും ചെയ്തു. ഇതെല്ലാം ഐതിഹ്യമാണ്, വിശ്വാസവുമാണ്. അതോടെ ഭൂമി പൃഥുവിൻ്റെ പുത്രിയായി അറിയപ്പെടാൻ തുടങ്ങി. പൃഥുവിൻ്റെ പുത്രി എന്ന അർത്ഥത്തിൽ ഭൂമി ദേവിക്ക് പൃഥ്വി എന്ന പേര് കിട്ടുകയും ചെയ്തു. ഭൂമി ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ ഈ കറക്കം കൊണ്ടാണ്. ഭൂമി എങ്ങാൻ നിന്നു പോയാൽ പിന്നത്തെ അവസ്ഥ ചിന്തിക്കാൻ പോലും ആവില്ല. ഭൂമി ചുറ്റിക്കറങ്ങുന്നതിന് കൃത്യമായ വഴിയുണ്ട്. ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ നിന്നാണ് അത് കറങ്ങുന്നത്. ഇങ്ങനെ ഒരു വട്ടം കറങ്ങാൻ എടുക്കുന്ന സമയമാണ് ഒരു ദിവസം, അതായത് 24 മണിക്കൂർ. ഭൂമിയിലെ പല പ്രദേശങ്ങളിലെയും സമയം തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനാൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ പല മേഖലകളായി തിരിച്ചിരിക്കുകയാണ്. ഈ മേഖലകൾ തമ്മിലുള്ള അകലം 15 ഡിഗ്രിയാണ്, അതായത് 1 മണിക്കൂർ. ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തെ സമയമാണ് ലോകത്തിലെ സ്റ്റാൻഡേർഡ് സമയത്തിന് ആധാരം. ലോകത്തെ മുഴുവൻ 24 മേഖലകളായി തിരിച്ച് ഓരോ മേഖലയും 24 മണിക്കൂർ വ്യത്യാസത്തിലാക്കിയാണ് സ്റ്റാൻഡേർഡ് സമയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കോട്ടുള്ള രാജ്യങ്ങളിലെ സമയം എപ്പോഴും ഗ്രീനിച്ച് സമയത്തിന് മുന്നിലായിരിക്കും. പടിഞ്ഞാറേക്കുള്ള രാജ്യങ്ങളിലെ സമയം ഗ്രീനിച്ചിന് പിന്നിലാണ്. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. അതായത് ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഇന്ത്യയിൽ വൈകിട്ട് 5:30 മണിയായിരിക്കും. ഭൂമി എപ്പോഴും സൂര്യന് അഭിമുഖമായാണ് നിൽക്കുന്നത്. സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ദിവസങ്ങൾ കണക്കാക്കുന്നതെന്നതിനാൽ ഇവയെ സൗരദിനമെന്ന് വിളിക്കുന്നു. നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ദിവസങ്ങളുമുണ്ട്. താരദിനങ്ങളെന്നാണ് അവയ്ക്ക് പേർ. മറ്റൊന്നിനെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്ക് സമയത്തെ കണക്കാക്കാൻ കഴിയൂ. ചലിക്കാത്ത സൂര്യനെ ആസ്പദമാക്കി നാം ഭൂമിയുടെ ചലനത്തെ അളക്കുന്നു. സൂര്യനും ചലിക്കുന്ന ഒരു വസ്തുവായിരുന്നുവെങ്കിൽ കുഴഞ്ഞത് തന്നെ. ദിവസം കണക്കാക്കാൻ പിന്നീട് നാം ഒരിക്കലും സൂര്യനെ ആശ്രയിക്കാനാവില്ല. സൂര്യനും നക്ഷത്രങ്ങളും ഒന്നും ആകാശത്തില്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ ചലന സമയം അളക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല എന്ന് ചുരുക്കം. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെയും വലം വയ്ക്കുന്നുണ്ട്. ഒരു കറക്കം മുഴുവനാകുമ്പോഴേക്കും ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ ഏതാണ്ട് 24 ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിരിക്കും. ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് സൗരദിനത്തേക്കാൾ പ്രിയം താരദിനമാണ്. കാരണം സൗരദിനത്തിലെ ഒരു ദിവസത്തിന് 24 മണിക്കൂറിനേക്കാൾ നീളമുണ്ടാകും. അതായത് സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ഒരു വസ്തു വീണ്ടും സൂര്യൻ അഭിമുഖമായി വരാൻ 24 മണിക്കൂർ കൂടുതൽ സമയമെടുക്കും.
ഇങ്ങനെ വരുമ്പോൾ ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് ദിവസം കണക്ക് കൂട്ടാൻ പ്രയാസമാണ്. എന്നാൽ താരദിനത്തിനാണെങ്കിൽ ഈ കുഴപ്പമില്ല. താരദിനത്തിന്റെ നീളം കൃത്യം 24 മണിക്കൂർ തന്നെയാണ്. മഹാനായ ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹന്നസ് കെപ്ലർ ഗ്രഹങ്ങളെക്കുറിച്ച് 3 നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏത് ഗ്രഹവും സൂര്യനെ ചുറ്റുന്നത് ഏതാണ്ട് വൃത്താകൃതിയിലുള്ള ഒരു വഴിയിലൂടെയാണെന്നായിരുന്നു കെപ്ലറുടെ ആദ്യ നിയമം. ഏത് ഗ്രഹവും സൂര്യന്റെ അടുത്തുകൂടി സഞ്ചരിക്കുമ്പോൾ അതിന് വേഗം കൂടുമെന്ന് അദ്ദേഹം 2ാം നിയമത്തിൽ സമർത്ഥിച്ചു. ഒരു ഗ്രഹം സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ പീരീഡ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. 2 ഗ്രഹങ്ങളുടെയും പീരീഡുകളും സൂര്യനിൽ നിന്നുള്ള അവയുടെ ദൂരവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നതാണ് കെപ്ലറുടെ 3ാം നിയമം. ഭൂമിക്ക് ചിലപ്പോൾ ദേഷ്യം വരാറുണ്ട്. ഭൂകമ്പത്തിന്റെ രൂപത്തിൽ ഏറിയും കുറഞ്ഞുമൊക്കെ ഭൂമി ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ട്. ചില ഭൂകമ്പങ്ങൾ ഒരു ചെറിയ കമ്പനം കൊണ്ട് അവസാനിക്കും. ചിലതാകട്ടെ നിമിഷ നേരം കൊണ്ട് പടുകൂറ്റൻ കെട്ടിടങ്ങളെയും മരങ്ങളെയും ഒക്കെ മണ്ണിനടിയിലാക്കും. ജപ്പാനിൽ ഭൂകമ്പം ഒരു സ്ഥിരം സംഭവമാണ്. അവിടെ ഭൂമി കുലുക്കാത്ത ദിവസം ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ അധികവും ആരെയും കുലുക്കാത്ത കുഞ്ഞൻ ഭൂകമ്പങ്ങളാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഭൂകമ്പങ്ങൾ കേമന്മാരാണ്. ലോകത്തിൽ ഏറ്റവും വലിയ ഭൂകമ്പമുണ്ടായിട്ടുള്ളത് ചൈനയിലാണ്. 1556 ഷാങ്സി പ്രദേശത്തുണ്ടായ ഭൂകമ്പത്തിൽ 8 ലക്ഷത്തിലധികം പേരാണ് മണ്ണടിഞ്ഞത്. ചൈനയിൽ തന്നെയുള്ള ഹൈച്ചെങ് നഗരത്തിൽ 1975 ഒരു ഭൂകമ്പമുണ്ടായി. ഇതിൽ നഗരം ഏതാണ്ട് മുഴുവനായും തന്നെ തകർന്നുപോയി. എന്നാൽ വെറും 3 പേർ മാത്രമാണ് ഈ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടത്. ഭൂമിക്കടിയിലെ പാറകളിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണ് ഭൂകമ്പത്തിന് കാരണം. ഈ വിള്ളലുകൾ ഫോൾട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പല തട്ടുകളായാണ് ഭൂമിയുടെ പുറന്തോട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ തട്ടുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഇവ തമ്മിൽ അകലുകയും അടുക്കുകയും ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നത്. സ്ഥിരമായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇവയെല്ലാം ഭൂപടത്തിൽ ഏതാണ്ട് ഒരേ രേഖയിലാണുള്ളത്. ഭൂകമ്പ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഇത് തുടങ്ങുന്നത് തെക്കേ അമേരിക്കയിൽ നിന്നാണ്. മറ്റൊരു ഭൂകമ്പ ബെൽറ്റ് ജപ്പാനിൽ നിന്നും തുടങ്ങുന്നു. ഭൂകമ്പങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനുള്ള ഉപകരണങ്ങൾ ഇന്നുണ്ട്. ഭൂകമ്പത്തിന്റെ ശക്തി അളക്കുന്നതിനുള്ള സ്കെയിൽ കണ്ടുപിടിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ചാൾസ് റിക്ടർ എന്ന ആളാണ്. റിക്ടർ സ്കെയിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ ഭൂമിയെ ഇന്ന് കാണുന്നത് പോലെ മെരുക്കിയെടുത്തതിൽ പലർക്കും പങ്കുണ്ട്. ഭൂമിയുടെ മേക്കപ്പ് മാൻമാരിൽ പ്രധാനികളാണ് അഗ്നിപർവ്വതങ്ങളും ഗ്ലേസിയറുകളും. ഭൂമിയുടെ ഉള്ളിൽ പാറകൾ പോലും ഉരുകി ഒലിക്കുന്ന കൊടും ചൂടാണ്. ഇങ്ങനെ തിളച്ച് ഉരുകിയ പാറയെയും മറ്റും ചില ചൂടുവാതകങ്ങൾ പ്രത്യേക ഭാഗങ്ങളിലൂടെ ഭൂമിക്ക് പുറത്തേക്ക് കൊണ്ടുവരും. നന്നായിട്ട് കുലുക്കിയ ശേഷം ഒരു സോഡാ കുപ്പി തുറക്കുന്നത് പോലെയാണ് ഇത്. ശക്തമായ പൊട്ടിത്തെറിയിൽ മാഗ്ന എന്ന് വിളിക്കുന്ന ഉരുകിയ ദ്രാവകം പുറത്തേക്ക് വരും. ഇതാണ് ലാവ. സ്ഫോടനത്തിന്റെ ശക്തി കൊണ്ടും ലാവ ഒഴുകി പരക്കുന്നത് കൊണ്ടും ഭൗമ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. തണുത്തുറഞ്ഞ നല്ല കട്ടിയുള്ള പാറകളെയാണ് ഗ്ലേസിയർ എന്ന് വിളിക്കുന്നത്. നല്ല തണുപ്പ് കാലത്ത് ഉയരം കൂടിയ പ്രദേശങ്ങളിൽ മഞ്ഞ് അടിഞ്ഞുകൂടും. അങ്ങനെ കുറെ കഴിയുമ്പോൾ മഞ്ഞിന് നല്ല കട്ടിയാകും. മുകളിൽ കൂടുതൽ മഞ്ഞ് അടിഞ്ഞു കൂടുന്നതോടെ താഴെയുള്ള പഴയ മഞ്ഞ് മർദ്ദം കാരണം ഉറഞ്ഞ് പാറ പോലെയാവും. ഇങ്ങനെ മുകളിലത്തെ മഞ്ഞിന്റെ കനം ഒരു പരിധി കവിഞ്ഞാൽ ഈ കൂറ്റൻ മഞ്ഞുകട്ട താഴെ താഴ്വാരങ്ങളിലേക്ക് നീങ്ങും. ഗ്ലേസിയറുകൾ നീങ്ങുമ്പോൾ ചുറ്റുമുള്ള കരയുടെ ആകൃതി തന്നെ മാറിപ്പോകും. കര മഞ്ഞുകൊണ്ട് മൂടും. അതുവരെ ഉണ്ടായിരുന്ന ആകൃതി മാറി പുതിയ രൂപം കൈവരും. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം പോണി ജെ ബേസിൽ.